ഹലോ, ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രൈഗ്ലിസറൈഡിന്റെ ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ്. ഒട്ടുമിക്ക ആൾക്കാരും ട്രൈഗ്ലിസറൈഡിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. ടോട്ടൽ കൊളസ്ട്രോൾ അതുപോലെ തന്നെ LDL കുറഞ്ഞിരിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ട്രൈഗ്ലിസറൈഡ് നിങ്ങളുടെ ശരീരത്തിൽ അപകടകാരി തന്നെയാണ്. സോ അതിൻ്റെ നോർമൽ വാല്യൂവും അതുപോലെ തന്നെ അതിൻ്റെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നതും ഒരു തരം കൊഴുപ്പ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കുക, 150 mg/dl താഴെ ആയിരിക്കണം എപ്പോഴും ട്രൈഗ്ലിസറൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യും, കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പർ അല്ലാണ്ടാക്കി മാറ്റുകയും മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഹാർട്ട് ഡിസീസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ട്രൈഗ്ലിസറൈഡിൻ്റെ വാല്യൂ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ള കൊളസ്ട്രോൾ പോലെ തന്നെയാണ് ട്രൈഗ്ലിസറൈഡിൻ്റെ ആ ഒരു വാല്യൂ കൂടി നിൽക്കുമ്പോഴും നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നല്ല രീതിയിൽ കുറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസുമാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണമെന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പഞ്ചസാരയുടെ അസുഖം അല്ലല്ലോ, ഡയബറ്റിക്സ് അല്ലല്ലോ എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു തരം എനർജിയാണ്. അപ്പോൾ അത് അമിതമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, അവ അടിഞ്ഞുകൂടി കിടന്നിട്ട് അത് ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് നമ്മൾ രാവിലെ കഴിക്കാറുള്ള ആഹാര രീതി എന്തൊക്കെയാണ്? ഇഡ്ഡലി, അപ്പം, ദോശ, ഇതാണ്. സോ ഇതൊക്കെ അരി ആഹാരങ്ങളാണ്. ഇതൊന്ന് മാറ്റി പിടിക്കുക. ഗോതമ്പ് കൊണ്ടുള്ള ഗോതമ്പ് ദോശ, ഗോതമ്പ് പുട്ട്, ചപ്പാത്തി, ഇതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓട്സ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ കഴിക്കുന്ന ഒരു തെറ്റായ രീതിയിലൂടെയാണ്. ഓട്സ് എന്ത് ചെയ്യും, കാച്ചി കുടിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓട്സ് കൊണ്ട് പുട്ടോ ഉപ്പുമാവോ, അതാണ് ഏറ്റവും നല്ല ഡയറ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഓട്സ് കഴിച്ചത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മാറ്റം, ഈ പാലിൻ്റെ ഒപ്പം കാച്ചി കുടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. മറ്റൊന്ന്, ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ വാല്യൂ കുറഞ്ഞ രീതിയിലുള്ള ആഹാര രീതി ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഗ്ലൈസീമിക് ഇൻഡെക്സ് എപ്പോഴും കുറഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തിൽ ആ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ വേഗം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ ഒരിക്കലും നടക്കരുത്. അത് കുറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കണ്ട് ഓരോന്നിനും നിങ്ങൾക്ക് അതൊന്ന് നോക്കിയാൽ മനസ്സിലാകും. സോ ആ വാല്യൂ കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്ത് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആഹാരങ്ങൾ ഒരുപാട് കഴിക്കണം എന്നല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഇപ്പോൾ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം ഓരോ ആഹാരങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര എണ്ണം കഴിക്കണം എന്ന് നോക്കുന്നത്. സോ ആ രീതി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ബെസ്റ്റ് തന്നെയാണ്. അതിൽ ബെറീസ്, സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. അവഗാഡോ ഏറ്റവും ബെസ്റ്റാണ്. അവഗാഡോയെ പറ്റി അധികം ആർക്കും അറിയില്ല, അതിന് ഇത്രയും ഗുണങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ സോൾബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്, ന്യൂട്രിയൻസ് റിച്ച് ആണ്. സോ നല്ല രീതിയിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ചീരയിൽ വൈറ്റമിൻസ് B3, B6, B12 അതുപോലെ തന്നെ ഫൈബേഴ്സ്, ന്യൂട്രിയൻസ് ഇവയെല്ലാം റിച്ച് ആണ്. സോ നല്ല രീതിയിൽ ചീര കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങളുടെ ഡയറ്റിൽ. സോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളവ എല്ലാം നിങ്ങളുടെ ശരീരത്തിന് വളരെ യൂസ്ഫുൾ തന്നെയാണ്. omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ രീതി നിങ്ങൾ ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാൽനട്ട്സ്, ആൽമണ്ട്സ് ഇവയെല്ലാം റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. മീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചാള, അയല, മത്തി ഇവയും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങളുടെ ഒരു ഡയറ്റിൽ. സോ അവഗാഡോ ആയി, നമ്മൾ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ആഹാര രീതി പറഞ്ഞു. ഓട്സ് റിച്ച് ഇൻ ഫൈബേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ചവച്ച് തിന്നാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം ജ്യൂസ് അടിച്ച് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ചവച്ചടിച്ച് കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു അബ്സോർപ്ഷൻ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴത്തേക്കും അതൊരു ഇംപ്രോപ്പർ മാനർ ആയി പോകും. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വയറിന് ചുറ്റും കുറേ പേർക്ക് ആ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ വയറിന് ചുറ്റും കാണാനായിട്ട് സാധിക്കും, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. സോ അത് ബേൺ ചെയ്ത് കളയുന്ന രീതിയിലുള്ള എക്സസൈസും ആഹാര രീതിയുമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് എടുക്കണം എന്ന് പറയുന്നത്. വണ്ണമുള്ളവർ നല്ല രീതിയിൽ ആ ഒരു വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാകും. കൊളസ്ട്രോൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു വാല്യൂവിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും.
രാത്രി നിങ്ങൾ 7 മണിക്ക് മുന്നേ ആഹാരം കഴിച്ചിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലഘുവായിട്ടുള്ള ഭക്ഷണ രീതിയാണ് രാത്രി നിങ്ങൾ കഴിക്കേണ്ടത്. ഒരുപാട് ഹെവി ആയിട്ടുള്ളത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൈജഷനും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. രാവിലെ നമ്മൾ പറഞ്ഞു ഗോതമ്പ് അതുപോലെ തന്നെ ഓട്സ് ഇവയൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴത്തേക്കും തവിടുള്ള അരിയാണ് നിങ്ങൾ പ്രത്യേകം ഉപയോഗിക്കേണ്ടത്. വെള്ള അരി ഒരിക്കലും ഒരു ഗുണവും ചെയ്യില്ല. സോ ഒരു പിടി ചോറ് എടുത്തിട്ട് ബാക്കി ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറുപയർ അതുപോലെയുള്ള പയർ വർഗ്ഗങ്ങളും നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡിൻ്റെ ആ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ കുറയ്ക്കുക, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ആഹാര രീതി ഫോളോ ചെയ്യുക. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ ഒരു സമയം നിങ്ങൾക്ക് ദൈർഘ്യം കൂട്ടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നല്ല രീതിയിലുള്ള ആഹാര രീതിയും അതുപോലെ തന്നെ വ്യായാമവും നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യത്തിലും ആ ഒരു വ്യത്യാസം കണ്ടുവരും. സോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക, എപ്പോഴും ആരോഗ്യമുള്ളവരായിട്ടിരിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്